നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ കളർ പമ്പ് വെച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണോ ഇല്ലയോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഹെയർ കളർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു 3 മന്തോളം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. 3 മന്ത് അല്ലെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് വീഡിയോയിലൂടെ. അപ്പോൾ ഞാൻ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ഹെയറിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പോകെ പോകെ ആ ഹെയറിൻ്റെ കളർ കുറച്ചുകൂടി നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് കട്ടി കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ചെയ്തപ്പോഴത്തേക്കിനും ഇത്രയും കളർ ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നെ കളർ കൂടി വന്നു. ഈ ഹെയർ കളർ കുറേശ്ശെ എടുത്ത് നമ്മൾ അങ്ങനെ തേച്ച സ്ഥലത്തൊക്കെ ആയിട്ട് ഹെയറിൽ കുറച്ച് കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കട്ടി നമ്മൾ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ കളർ എന്ന് പറയുന്നത് ഫെമ്മ് വെച്ചിട്ടുള്ള ഹെയർ കളറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഫെമ്മ് വെച്ചിട്ടുള്ള ഹെയർ കളർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഹെയറിൽ നല്ല കട്ടിയിൽ നമ്മൾ ഫെം ഇട്ട് കൊടുത്തിട്ടൊക്കെ നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഗോൾഡൻ കളർ പോലെ നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ഹെയർ നല്ല രീതിയിൽ ഡാമേജ് ആവാൻ തുടങ്ങി. സ്ലിറ്റൻസ് ഒക്കെ വന്നിട്ട് പിന്നെ ഹെയർ ഇങ്ങനെ പൊട്ടിയൊക്കെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒരു ഹെൽത്ത് വല്ലാത്ത രീതിയിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം ലൈറ്റായിട്ട് ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹെയർ കളർ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഹെയറിനൊന്നും ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള കളറൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഈ ഒരു ലൈറ്റിൻ്റെ എന്താ പറയുക, റിംഗ് ലൈറ്റിലൊന്നും നമുക്ക് ആ ഒരു കളർ അറിയാൻ പറ്റില്ല. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ ഹെയർ കളറിൻ്റെ ഒരു ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പം നോക്കുമ്പോൾ അത്രയ്ക്കൊന്നും അറിയുന്നില്ലായിരിക്കാം. പക്ഷേ അന്ന് ഞാൻ നൈറ്റിലെടുത്ത വീഡിയോ ആയിരുന്നു. അത് ഞാൻ ഇതുപോലെ പുറത്തൊക്കെ പോയതിന് ശേഷം സൺലൈറ്റിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ടാണ് ആ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ. ഹെയർ കളർ നമ്മൾ ഫെം വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ഹെയർ കളർ വരത്തക്ക രീതിയിലൊക്കെ ഇടുക കേട്ടോ. അതായത് ഒരുപാട് കട്ടിയിലെടുത്തിട്ട് ഇടാണ്ട് കുറച്ചൊക്കെ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ലൈറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടും ഹെയർ കളർ ചെയ്യുമ്പോൾ. പക്ഷേ ഫെമ്മിൻ്റെ ഹെയർ കളർ നമ്മൾ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഹെയർ ഡാമേജ് ആവും. ഞാൻ ഗോൾഡൻ്റെ ഒരു ഫെമ്മ് വെച്ചിട്ടായിരുന്നു ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെയറിൽ ഇതൊക്കെ കെമിക്കലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പം അതനുസരിച്ച് മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെതായ സൈഡ് എഫക്റ്റും കാര്യങ്ങളും പിന്നീട് ഉണ്ടാവും. അപ്പോൾ അത് അനുസരിച്ച് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. പിന്നെ ലൈറ്റായിട്ട് ഹെയർ കളറൊക്കെ വരാനാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പരുവത്തിനുള്ള ഹെയറിൽ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഈ ഒരു ഫ്രണ്ടിലേക്ക് ആണെങ്കിൽ അത് വളർന്നു വരുമ്പോൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്തൊക്കെ വിടാം. ഒരുപാട് കളറാവണമെങ്കിൽ ഹെയറിൽ മുഴുവനായിട്ട് നമ്മൾ കട്ടി ഹെയർ കളർ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ഹെയർ ഡാമേജിന് കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. എടുത്തിട്ട് നമുക്ക് അത്യാവശ്യം നോക്കാം. അതായത് ഒരു 10 മിനിറ്റോളം വെച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഇങ്ങനെ നല്ല രീതിയിൽ കളർ ചേഞ്ച് ആവുന്നത് നമുക്കറിയാൻ പറ്റും. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറിലേക്ക് കുറച്ചുകൂടി ലൈറ്റ് ആവുമ്പോൾ നമ്മളിത് എന്താ പറയുക, വാഷ് ചെയ്ത് കളയുക. ഒരുപാട് നേരം നമ്മൾ വെക്കും തോറും നമ്മുടെ ഹെയറിൻ്റെ കളർ കൂടി വരും. തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒരു ഗ്രോത്തിലൊക്കെ ചിലപ്പം അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കഴിവതും അങ്ങനെയുള്ള സംഭവമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.